അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം, ഖാസിം, അബ്ദുള്ള എന്നീ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. ആ 3 ആൺകുട്ടികളും പ്രായപൂർത്തിയുടെ മുമ്പ് മരണപ്പെട്ടു പോയി. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷൻ്റെ പിതാവ് അല്ല. അപ്പോൾ എല്ലാ മക്കളും പ്രായപൂർത്തിയുടെ മുമ്പ് മരണപ്പെട്ടു പോയി പുരുഷന്മാർ. അപ്പോൾ മുശ്രിക്കുകൾ വളരെ സന്തോഷിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയാവുന്ന വാക്കുകൾ പറഞ്ഞു. ഭാവിയില്ലാത്ത, അനന്തരാവകാശികളില്ലാത്ത, ബറക്കത്തില്ലാത്ത ആളാണ് മുഹമ്മദ് എന്നും അതുകൊണ്ടാണ് ആ മക്കളൊക്കെ മരിച്ചു പോയതെന്നും പറഞ്ഞ് സന്തോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ദുഃഖമായി. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ. തഅസിയത്ത് എന്ന് ഇല്ലേ നമ്മുടെ നാട്ടിൽ മരിച്ചാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടുകാരെ സമാധാനിപ്പിക്കൽ, അന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് കഴിയൽ. ബഹുമാനപ്പെട്ട സെയ്ദ് കുമ്പൂലാറ്റക്കോയ തങ്ങളുടെ ഉമ്മ വഫാത്തായ ദിവസം ഞാൻ ഇന്ത്യയിലില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോയി അവിടെ സിയാറത്ത് ചെയ്ത് യാസീൻ ഓതിയതുമായിരുന്നു. അങ്ങനെ കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുക, അവരുമായി ബന്ധപ്പെടുക, അതാണ് മനുഷ്യത്വം. എന്നാൽ ആ മനുഷ്യത്വത്തിനെതിരായി മക്ക മുശ്രിക്കുകൾ പരിഹാസം തുടങ്ങുകയും കുഞ്ഞുസക്കാവേ ഞാൻ അവിടെ ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചപ്പോൾ ആ വേദന തീർത്തു കൊടുക്കുകയും നബി തങ്ങളെ ദുഃഖം അവസാനിപ്പിക്കുകയും ചെയ്യണം. അതാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത്. അതുകൊണ്ട് പറഞ്ഞു, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബിയെ തങ്ങൾക്ക് നാം ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു, നിരവധി ഗുണം ചെയ്തിരിക്കുന്നു. അറ്റമില്ലാത്ത എന്ന് പറയാവുന്ന അത്രയും അധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്സല്ലി റബ്ബിക വൻഹർ, തങ്ങൾ നിസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി ശരീരത്തെ പൂർണ്ണമായി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഈ പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയലല്ല അല്ലാഹു തആല ആദ്യമായി ചെയ്യുന്നത്, നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അതിന് ശേഷം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തങ്ങൾക്ക് ഭാവിയില്ലെന്നും തങ്ങൾക്ക് പിൻഗാമികളില്ലെന്നും ബർക്കത്തില്ലെന്നും പറഞ്ഞ
അവനാണ് അത്തരക്കാരൻ, തങ്ങളല്ല എന്ന് അല്ലാഹു തആല മറുപടി പറയുകയും ചെയ്തു. താജുൽ-ഉലമയുടെ ഉറൂസുമായിട്ട് ഞാനീ പറയുന്ന ഇതിനെന്താ ബന്ധം ആലോചിക്കുന്നുണ്ടാകും നിങ്ങൾ. ഉറൂസിൽ എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിനേക്കാൾ നല്ലത് പുതിയത് പറഞ്ഞ് കേൾക്കലാണല്ലോ. അപ്പോ ഈ ബന്ധം ഞാൻ കാണിച്ചു തരാം. അൽ കൗസർ അങ്ങക്ക് ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ബഖാഉ അഹ്ലി ബൈത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് പറയുന്നു, സയ്യിദന്മാർ, തങ്ങന്മാർ, അഹ്ലു ബൈത്ത്, നമ്മൾ മലയാളത്തിൽ തങ്ങന്മാരെന്ന് പറയും, അഹ്ലു ബൈത്ത് അവർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും എന്നത് നബി തങ്ങൾക്ക് അല്ലാഹു ചെയ്ത അൽ കൗസർ വലിയ ഗുണം എന്നതിൽ പെട്ടതാണ്. ഇപ്പൊ ബന്ധമായില്ല ഞങ്ങളെ, ഇപ്പൊ ബന്ധം വന്നില്ലേ? ബഹുമാനപ്പെട്ട താജുൽ-ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സയ്യിദന്മാർ! ഈ കേരളത്തിൽ എത്ര സയ്യിദന്മാർ! ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരായും കുടുംബ ബന്ധമുള്ളവരും എത്രയാണ് ഉള്ളത്. അങ്ങനെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അവിടുത്തെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാർ വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളിലേക്കാണ്. അവരിവിടെ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് 800ഓളം വർഷമായി. 800 വർഷം, 700ൻ്റെയും 800ൻ്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം സയ്യിദന്മാർ വന്നു. അതുപോലെ മമ്പുറത്തെ തങ്ങൾ സയ്യിദ് ബാലവി കബീലയിൽപ്പെട്ടവരാണ്, കുത്തുബുസ്സമാൻ. അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫഖീഹ്. ബാഫഖീഹ് എന്ന് നമ്മൾ പറയും, അവർ ചിലപ്പോൾ ബൽഫഖീഹ് എന്ന് പറയും. ബാഫഖീഹ് എന്ന് പറഞ്ഞാലും ബൽഫഖീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ. എൻ്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളിരിക്കുന്നു. എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുമ്പൂൾ സാദാത്തുക്കളുടെ ഒരു ഭാഗം ഹൈദർ റൂസാണെങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉമ്മ ഹലീമ ബീവി, അവർ ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനല്ലേ? അങ്ങനല്ലേ? ആ, തെറ്റിപ്പോയാൽ പറയണോ? നിങ്ങൾക്കല്ലേ അറിയാം.
ഉപ്പ ഐദറസ് കുടുംബത്തിൽപ്പെട്ടത്. അതൊക്കെ വലിയ 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 ആൾ വരുമ്പോൾ അവരെ മക്കൾ പിന്നെ ഇങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സയ്യിദന്മാരില്ല, അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു നോക്കിയും പണ്ട് കാലത്ത് 10-30 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പാണ് വലിയ ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന്. പക്ഷെ പമ്പ കണ്ടുപോയി. ഒരൊറ്റ മനുഷ്യനും അത് സ്വീകരിച്ചില്ല. അങ്ങനെ അഹ്ലു ബൈത്തിനെ തള്ളി പറയാൻ, അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയാൻ ഈ ബിദ്അത്തുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹ്ലു ബൈത്ത് ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവനും പറയുന്നു. അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ്. അതും മസലൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മുസ്ലിയാക്കന്മാർ തന്നെ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട്. യുഹ്റമു അൽ ഖിബാബു, കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത്, അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സദസ്സിലുള്ള ഉലമാക്കളോട് അവർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ തമീ തങ്ങൾ എഴുതിയ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്, ശറഹുൽ മിൻഹാജ്. മിൻഹാജിൻ്റെ ശറഹായ തുഹ്ഫ അതെല്ലാ ആലിമീങ്ങൾക്കും അറിയാം. ഷാഫി മദ്ഹബിൻ്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ തുഹ്ഫത്തുൽ മുഹ്താജ്. അത് വഖഫിൻ്റെ ബാബിൽ എവിടെയോ മറിച്ച് നോക്കിയിട്ട് ഖബറിൻ്റെ മുകളിൽ എടുത്തത് പൊളിക്കണമെന്ന് കാണും. അതെവിടെയാ? അത് മറ്റാരുടെയും സമ്മതമില്ലാതെ വഖഫ് ഒരാൾക്ക് വേണ്ടി വഖഫ് ചെയ്തത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ട് വഖഫ് ചെയ്തത്, അവിടെ ഒരാൾ കൈവശപ്പെടുത്തി കയ്യേറ്റം നടത്തി സ്വന്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൊളിക്കണമെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതും പറഞ്ഞിട്ടില്ല. എന്നാൽ വസിയ്യത്തിൻ്റെ ബാബ് തുഹ്ഫ എടുത്ത് നോക്കിയാൽ കാണാം, ഹറാമായ വിഷയത്തിലേക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യാം എന്ന് തുഹ്ഫയിൽ വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിന് ഉദാഹരണം പറയുന്നത് കബിനാഇ ഖുബ്ബത്തിൻ അലാ ഖബരി നഹ്വി ആലിമിൻ, ആലിമിൻ്റെയോ അല്ലെങ്കിൽ സയ്യിദന്മാരുടെയോ ആളുകളിടയിൽ അറിയപ്പെട്ട മഹാന്മാരുടെയോ ഖബറിൻ്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താകുന്നു. ഇത് തുഹ്ഫ മറിച്ച് നോക്കിയാൽ എല്ലാ മുതഅല്ലിമിനും കാണാം. മസ്ജിദൊന്ന് പഠിച്ചോട്ടെ. ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ കുബ്ബ കെട്ടിയത് മറ്റേത് മറിച്ചത് ചോദിക്കുന്നതിനാ ഞാൻ പറയുന്നത്. കുബ്ബ കെട്ടൽ സുന്നത്താണ്. എവിടെ ലോകത്തുള്ള എവിടെയാ കുബ്ബ ഇല്ലാത്തത്? അക്ബറുൽ ഖുബാബി ഫിൽ ആലം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കുബ്ബ. മിസ്റിൽ പോയാൽ ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ മുകളിൽ കുബ്ബയുണ്ട്. അത് കെട്ടിയ കാലത്ത് ആലം ലോകത്ത്
ഒട്ടാകെ ഉള്ള ഏറ്റവും വലിയ കുബ്ബയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിൻ്റെ മുകളിലുള്ള കുബ്ബ കഴിച്ചിട്ട് അതിനേക്കാളൊക്കെ വലുതാണ്. അത് കഴിച്ചാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ കുബ്ബയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കുബ്ബ. ആ കുബ്ബയെ സംബന്ധിച്ച്, ആ ഖബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹുൽ മുഹദ്ദബിൻ്റെ 2-ാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ وهناك ما يناسب بمقام هذا العالم الكبير. ഈ വലിയ പണ്ഡിതൻ, വലിയ മഹാനായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച നിലക്ക് അവിടുത്തെ ഖബറിൻ്റെ മുകളിൽ ഉണ്ട്. അവിടുത്തെ ഖബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം നവവിയും ഇമാം റാഫിയും ഇമാം ഗസാലി, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഷാഫിഈ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, ഹനഫി മദ്ഹബിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും, അതുപോലെ മാലിക്കി ഹംബലി മദ്ഹബിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ, അതുപോലെ സയ്യിദന്മാരുടെ ഖബറിൻ്റെ മുകളിൽ, ആലിമീങ്ങളുടെ ഖബറിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്നത്, കുബ്ബയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മഖാമിൽ നമ്മൾ കുബ്ബുണ്ടാക്കി. പണി തീർന്നില്ലേ? പണി തീർന്നില്ലേ? പണി തീർന്നില്ലെന്ന് അൽഹംദുലില്ലാ. ആ ചോദിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. അല്ലാഹു തആല കണക്കാക്കാത്ത വരും. അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത്. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെ സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈമാന് അങ്ങ് നഷ്ടപ്പെട്ടു പോവും, ഫീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോടും കളിച്ചാൽ നമ്മൾ ഫീസ് ഊരിപ്പോവും. താജുൽ ഉലമ അഹ്ലു ബൈത്ത് മാത്രമല്ല, വലിയ ആലിമല്ലേ, വലിയ ആലിമല്ലേ താജുൽ ഉലമൻ്റെ മരണം വരെ ദർസ് എന്ന് പറഞ്ഞാൽ ഒരു ചോട്ടാ ദർസ് മുത്തവരി ഓതിക്കൊടുക്കുന്ന ദർസല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ തുഹ്ഫ അടക്കം ഉള്ള വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന വലിയ ദർസാണ്. അങ്ങനത്തെ വലിയ ആലിമാണ്, വലിയ ആബിദും ആണ്. വിവാദത്ത് ചെയ്യുന്നത് എത്ര ഔറാദുകളുണ്ടോ, എവിടെ രാത്രി പോയി ഉറങ്ങി വന്നാലും ഉറക്കൊഴിച്ച് വന്നാലും രാവിലെ ഖുർആൻ ഓതുകയും അതുപോലെ സ്വലാത്ത് ചൊല്ലുകയും മറ്റ് ദിക്റുകൾ നടത്തുകയും ചെയ്യുന്നത് അവിടുത്തെ പതിവായിരുന്നു. അവിടുന്ന് എന്നും ഒഴിക്കാതെ ചെല്ലുന്നതാണ് ദലായിലുൽ ഖൈറാത്ത്.